കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം കാണിക്കണം എന്നാണ് എനിക്ക് രേണുസുതിയോട് പറയാനുള്ളത്. അതായത് എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ മരണപ്പെട്ടു പോയത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അതായത് നിങ്ങൾ 2 ദിവസം മുമ്പ് ഏതോ ഒരു ചാനലിൽ കൊടുത്ത ഒരു കാര്യം ഞാൻ കണ്ടു, അത് എഴുതിയതാണ് ഞാൻ കണ്ടത്. അതായത് ഇവരുടെ പുറകെ നടക്കുന്ന ഒരു ചാനൽ തന്നെയാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് നമുക്കിത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കുഴിയിൽ കിടക്കുന്ന സുധിച്ചേട്ടനെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് എടുത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല എന്നുള്ള തരത്തിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടു. അത് വളരെയധികം തെറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾ മാത്രമല്ല കൊല്ലം സുധിയെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. പക്ഷേ നാട്ടുകാർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മികച്ചൊരു കലാകാരനാണ്. അയാളെ സ്നേഹിക്കേണ്ട എന്താ പറയേണ്ടത് ഒരു കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന ചില തോന്നിയവാസങ്ങളുണ്ട്. അതായത് കൊല്ലം സുധിയുടെ മരണത്തെ പോലും ഒരു പക്ഷെ നിങ്ങൾക്കിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാൻസ് മാത്രമായിരിക്കാം. അതായത് കൊല്ലസുധിയെ ഒരു ദിവസം ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് വച്ചപിടിപ്പിക്കാം എന്നുള്ള തരത്തിൽ നിങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടെ കാണിച്ച ആഭാസങ്ങളൊക്കെ കണ്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രതികരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലസുധിയുടെ വീട്ടിൽ കിടന്നിട്ട് അവിടെ കിടന്ന് കാണിക്കുന്ന ആഭാസത്തരങ്ങളെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മുടെ കലാവൻ മണിച്ചേട്ടൻ മരിച്ച ദിവസവും അതുപോലെ കൊല്ലം സുധി എന്ന് പറയുന്ന ആ കലാകാരൻ മരിച്ച ദിവസമൊക്കെ നമുക്ക് ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാകും. വേറെ ഒന്നുമല്ല, സാധാരണക്കാരനായ മനുഷ്യന്മാരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരോട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്നേഹം കൂടുതലാണ്. പിന്നെ ഇവരെയൊന്നും കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ക്യൂയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവരുടെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. മണിച്ചേട്ടനെയൊക്കെ നമ്മൾ പാടിയിലും അതുപോലെ ചാലക്കുടിയിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്തുകൊണ്ടാ വേണ്ട എന്ന് ചോദിച്ചിട്ട് എത്ര വട്ടം നമ്മുടെയൊക്കെ പുറകിൽ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാടിയിലാണ് പോയതെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾ ചായ കുടിക്കാതെ അല്ലെങ്കിൽ അയാൾ അവിടെ ഉണ്ടെങ്കിൽ ആഹാരം കഴിപ്പിക്കാതെ വിടത്തില്ല. അത്രത്തോളം സ്നേഹനിധിയായ മണിച്ചേട്ടൻ, അദ്ദേഹത്തോടുള്ള ആ സ്നേഹം ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു അഹങ്കാരവുമില്ല, ഒന്നുമില്ല. അയാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം മാത്രമായിരുന്നു. അതായത് രേണുവിൻ്റെ കുടുംബത്തെയുമാണ് അയാൾ സ്നേഹിച്ചത്. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജോലി ചെയ്തത് മുഴുവൻ രേണുവിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ആ കുടുംബം ഇദ്ദേഹത്തോട് ആ ഒരു നീതി കാണിച്ചോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫലകങ്ങളും കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ, യാത്ര എന്ന് പറഞ്ഞാൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ഫലകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അത് അവരുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ അതൊന്നും ചാക്കിൽ കെട്ടിയിട്ടല്ല വെക്കുക. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ വീട്ടിൽ ഇവിടെ ഇത് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ അത് ആ വീട്ടിലെ ആൾക്കാർ താമസിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് താമസിക്കാൻ ഒരു റൂമും അതുപോലെ തന്നെ ആ ഒരു സ്ഥലം വെക്കാൻ, ആ ഒരു സംഭവങ്ങൾ, ആ ഫലകങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമും ആയിരിക്കണം. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ കയറി താമസിക്കുകയും സുധിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പുറത്തെടുക്കുകയും ആണ് ചെയ്തത്. ഇനിയിപ്പോൾ രേണു സുധി എന്ന് പറയുന്നയാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേഷം കെട്ടിയാലോ അല്ലെങ്കിൽ എന്ത് ചെയ്താലോ നമുക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ സുധിയുടെ ആണ്ട് ദിനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക, അതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ ഈ കൊല്ലം സുധി കാരണം തന്നെയല്ലേ ശരിക്ക് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് ചമഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിന് പ്രത്യേകിച്ച് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കൊല്ലം സുധിയുടെ ആ പേരിൽ തന്നെയാണ്. പിന്നെ കൊല്ലം സുധിയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് പേര് ഇവിടെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു എതിർപ്പ് തന്നെയാണ് ഇവരുടെ വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മറക്കരുത്. അയാൾക്ക് മോശം വരുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്. അതുപോലെ അയാൾക്ക് മോശം വരുന്ന രീതിയിലുള്ള ആക്ടിങ് നിങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് അന്നും ഇന്നും പറയാനുള്ളത്. അതായത് ഇവരെ ആരോ ചതിച്ചതാണെന്നും ഇവരേതൊരു വലിയ കോക്കസിലാണെന്നും എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും രേണു സുധി ഒരു കോക്കസിലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ നാളുകളായിട്ട് കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ആൽബത്തിൻ്റെ മറവിൽ എന്ന് പറഞ്ഞാൽ രേണു സുധിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ എണ്ണം ഇവിടെയുണ്ട്. അതായത് രേണു സുധിയെ നായികയാക്കിയിട്ട് എന്തോ വലിയ ആൽബം ഷൂട്ട് നടക്കാം, ഇല്ലെങ്കിൽ വലിയ സിനിമ നടത്താം എന്നുള്ള തരത്തിൽ കുറെ തട്ടിക്കൂട്ടുന്ന ചില പരിപാടികൾ നടത്തുന്ന കുറച്ച് ഊളകൾ ഇവിടെ ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത്. അതായത് ഒരു ആൽബം എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ എടുക്കുന്നതിനോ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ രേണു സുധി പറയുന്ന ചില സമയത്തെ ഡബിൾ മീനിങ്ങുകൾ, അതുപോലെ രേണു സുധി പറയുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾ
നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നത്. ആ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ കുഴിയുന്ന്, അതായത് അവിടുന്ന് എണീച്ച് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേനെ, അങ്ങനെയുള്ള ദേഷ്യം അയാൾക്ക് ഉണ്ടാകും. അയാൾ മരിച്ചു പോയത് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം എന്ന് വെച്ചാൽ രേണു സുധി ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ദുബായ് കോക്കസിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ ദുബായിൽ പോയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ അതും ഒരു കണക്കിന് വലിയ നാണക്കേടാണ്. ആ മൂത്ത മകനുണ്ടല്ലോ, ഈ കൊല്ലസുധിയുടെ മൂത്ത മകൻ, ആ ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരടുത്ത് നിന്ന് തെറ്റി വരാനുള്ള കാരണം തന്നെ എന്താണ്? ഇവർ പറയുന്ന എൻ്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ എൻ്റെ പൈസ പലപ്പോഴും എൻ്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അതായത് ഇങ്ങനെയുള്ള പൈസകൾ ആർക്ക് കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബം കൂടെ ഉണ്ടോ എന്ന് പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾ പോലും കൂടെ ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ തലമുറക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടത്. അതായത് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അത്രയും വലിയ സന്തോഷം എന്നാണ് ഇന്നത്തെ ഒരു തലമുറ ചിന്തിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് താമസിക്കാൻ, ഇപ്പൊ രേണു സുധി തന്നെ വിചാരിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ, ആ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെ ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടിയിട്ട് എവിടെയെങ്കിലും പോകാം. അവർക്ക് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മക്കൾ വരെ ബാധ്യതയാകും, അതാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട രേണു സുധി, പൈസക്ക് മുകളിൽ, അതായത് രേണു സുധി എന്ന് പറയുന്ന ഒരു പേര്, ആ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ ആ ഒരു എന്താ പറയുക പേര് കാത്തു സൂക്ഷിക്കൽ, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇന്നിപ്പോഴേ രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധിയെ അറിയുന്ന, അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും രേണു സുധി എന്ന് പറയുന്നത് ഒരു കോമഡി കഥാപാത്രമാണ്. അതായത് ഒരു സഹതാപമാണ്. ഈ സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അതായത് ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള തരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി വീഡിയോ എടുക്കുന്നതിലോ ഇവിടെ സിനിമ ചെയ്യുന്നതിലോ ഒന്നും ഒരു കുഴപ്പവുമില്ല. അവർക്ക് നല്ല കഴിവുണ്ട്, ഇത്രയും നാൾ അവർ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അത് കഴിവ് തന്നെയാണ്. പക്ഷേ കൂടെയുള്ള കോക്കസുകളെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോക്കസുകൾ നിങ്ങളെ നശിപ്പിക്കാനും ഉണ്ടാകും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കി തരാനും ഉണ്ടാകും. അതിലപ്പുറം ഇവന്മാരെ നിങ്ങൾ പ്രതീക്ഷിക്കാനേ പാടില്ല. കാരണം ഇവന്മാർ എന്ന് പറഞ്ഞാൽ ചില അവസരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമായിട്ട് മാറും. അതായത് രേണു സുധിയുടെ ചില ആൽബങ്ങൾ, ഞാൻ എല്ലാ ആൽബങ്ങളൊന്നും കാണാറില്ല, ചില ആൽബങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയത് അത് അവന്മാരുടെ ഒരു ആഭാസ പരിപാടി തന്നെയാണ്. അതായത് രേണു സുധിയാണ് നായിക, രേണു സുധി ആണെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാം, അല്ലെങ്കിൽ രേണു സുധി ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെമ്പല് മാത്രമാണ് ഇവന്മാരുടെ ഈ പരിപാടികൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് തലവെച്ച് കൊടുക്കാതിരുന്നൂടെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ രോഗമാണ്, അതിപ്പോഴും രേണു സുധി തുറന്നു പറഞ്ഞിട്ടില്ല. അത് അവരുടെ സ്വകാര്യതയാണെങ്കിൽ ആ സ്വകാര്യതയെ നമ്മൾ മാനിക്കുന്നു. കാരണം എന്താ വെച്ചാൽ രോഗമാണ് എന്ന് പറഞ്ഞിട്ട് അവർ 10 വയസ്സ് ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ വന്നിട്ടില്ല. അതാണ് നമ്മൾ ആ ഒരു പ്ലസ് പോയിന്റ് കാണേണ്ടത്. ഇവിടെ രോഗം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇല്ല അയൽവക്കത്തൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കൈനീട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ രേണു സുധി ഇന്ന് വരെ 10 പൈസ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.